ആസ് എ ഗേൾ എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്ത മോള്. പിന്നെ 2 അനിയത്തിയാണ്, ഒരു അനിയനാണ്. സോ ഒരു മൂത്ത ആള് എന്നുള്ള നിലയ്ക്കും ഫസ്റ്റത്തെ ഗേൾ എന്ന നിലക്കും എല്ലാവിധ പ്രഷറും കാര്യങ്ങളും അനുഭവിച്ച ഒരാളാണ് ഞാൻ. സോ എൻ്റെ ഫസ്റ്റ് ഒരു മെയിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈ ഡാഡ്. സോ ഹീ വാസ് വൺ ഓഫ് എ ഡോമിനൻറ്റ് പേഴ്സൺ. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു. ഇപ്പം കുറേ മാറി. ആൻഡ് സോ ആളെടുത്തുനിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ലൈക്ക് ഗേൾസ് ഇങ്ങനെ അടങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ആസ് ഹീ ടോൾഡ് ഇപ്പം ആളുടെ അമ്മ എങ്ങനെയാണോ അച്ഛനെ ഡീൽ ചെയ്തത് അതുപോലെയാണ് എൻ്റെ ഉമ്മ ഉപ്പാനെ ഡീൽ ചെയ്ത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു ആണുങ്ങളോട്. നമ്മൾ കുറച്ച് ഒതുങ്ങണം, ആണുങ്ങൾ കുറച്ച് പവർഫുള്ളാണ്, അവരനുസരിച്ചിട്ട് നിൽക്കണം എന്നുള്ളൊരു ലെവലായിരുന്നു ലൈക്ക് ഞാൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ടു മെനി ടോക്സിക് റിലേഷൻഷിപ്പ് ഓർ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ആസ് വെൽ ബിക്കോസ് ദാറ്റ് വാസ് നോർമൽ ടു മീ. ഞാൻ അതാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. ആൻഡ് അറ്റ് എ പോയിന്റ് ഐ റിയലൈസ് ദിസ് ഇസ് നോട്ട് ദ തിങ്. നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാക്കി. ആൻഡ് ആസ് ഞാൻ മലപ്പുറത്തു നിന്നാണ്. ആസ് യു നോ, മലബാർ ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 18 ആയാൽ തുടങ്ങും കല്യാണം കഴിക്കുക. ഞാൻ ഡിഗ്രി എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രഷറായിരുന്നു. റിലേറ്റീവ്സ് വരുന്നു, ഉമ്മാനിപ്പാനി ചൊറിയുന്നു, അവരെ ചൊറിച്ചിൽ എനിക്ക് തരുന്നു. അതിന് ഫുൾ പ്രശ്നമായിരുന്നു. പിന്നെ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴും ഇത് തന്നെയായിരുന്നു. ബട്ട് ഐ വാസ് ഓൺ എ സ്റ്റാൻഡ് ലൈക്ക് ഐ നീഡ് ടു ഗെറ്റ് എ ജോബ്. എനിക്ക് എൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസ് എടുത്തിട്ടായിരിക്കും ഞാൻ ഇനി മുന്നോട്ട് പോവുക. ബിക്കോസ് ഐ ഷുഡ് ബി എ എക്സാമ്പിൾ ടു മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ. അവരെന്നാലേ അതുപോലെ വരുള്ളൂ. ആൻഡ് പ്രൗഡ്ലി എനിക്ക് എന്നിൽ തന്നെ ഒരു പ്രൗഡ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏരിയയിൽ ഒരാളും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഒരു ഡിഗ്രി ആയാൽ അവർ എൻഗേജ്ഡ് ആവും, അല്ലെങ്കിൽ മാരീഡ് ആവും. മാരി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയായി ജോലി അല്ലെങ്കിൽ പഠിത്തം നിർത്തും. ബട്ട് ഐ എം പ്രൗഡ് ദാറ്റ് ആഫ്റ്റർ ഞാനത് ചെയ്തതിന് ശേഷം ദർ ആർ മൈ നെയ്ബേഴ്സ് ഹു ടെൽ ദെയർ പാരൻസ്, നൂറ് അങ്ങനെ നിന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാന്ന് പറയുന്നുണ്ട്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് എന്താ പറയുക, അതിന് അപ്പുറം ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഐ ഹാവ് എ ഗുഡ് ഹസ്ബൻഡ്. ലൈക്ക് ഈസ് എ റിയൽ സപ്പോർട്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ really blessed I have a husband like that now, so that ipo like I have a good family, I have a good husband, and alhamdulillah I have a blessed life now. I can do anything, I have my own space. So right now I am very proud of myself and I'm really happy with my life.